ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സൊല്യൂഷൻസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSCയുടെ 2007 വന്ന ഓപ്പറേറ്റർ കേരള വാട്ടർ അതോറിറ്റിയുടെ ഓപ്പറേറ്റർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒരു 3-4 പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കും. അപ്പം വീഡിയോൻ്റെ ലെങ്ത് കൂടുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ 2007 കഴിഞ്ഞ ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സിലിണ്ടർ ബ്ലോക്ക് ടോപ്പ് ഈസ് കവേർഡ് വിത്ത്. നമുക്കറിയാം സിലിണ്ടർ ടോപ്പ്, അതായത് എഞ്ചിൻ്റെ IC എഞ്ചിൻ്റെ സിലിണ്ടറിൻ്റെ ടോപ്പ് സൈഡ് ഉണ്ടാവുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ സിലിണ്ടർ ഹെഡ് ആണ്. ഓക്കെ, സിലിണ്ടർ ഹെഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആൻസർ സിലിണ്ടർ ഹെഡ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡാഷ് ടൈപ്പ് എയർ ക്ലീനർ കൺസിസ്റ്റ് ഓഫ് വയർ മെഷ് കോട്ടഡ് വിത്ത് ഓയിൽ ഫിലിം. അതായത് ഏതൊരു ടൈപ്പാണ് പറയുന്നത്. ഡാഷ് ടൈപ്പ് ഓഫ് എയർ ക്ലീനർ കൺസിസ്റ്റ് ഓഫ് വയർ മെഷ് കോട്ടഡ് വിത്ത് ഓയിൽ ഫിലിം. ഒരു വയർ മെഷ് കൺസിസ്റ്റ് ചെയ്ത ഒരു ഓയിൽ ഫിലിമായിട്ട് കൺസിഡർ ചെയ്ത സാധനം അത് ഏതാണെന്ന് ചോദിക്കും. എയർ ക്ലീനർ ആണ്, വയർ മെഷ് ഉണ്ട്, പിന്നെ കോട്ടഡ് വിത്ത് ഓയിൽ ഫിലിമായിട്ട് കോട്ട് ചെയ്ത വയർ മെഷ്, അതായത് വയർ മെഷുള്ള എയർ ക്ലീനർ ഏതാണ്? ഒന്നാമത്തെ ടൈപ്പ് ഓപ്ഷൻ എ സെൻട്രിഫ്യൂഗൽ, ഓപ്ഷൻ ബി ഓയിൽ വെറ്റഡ്, ഓപ്ഷൻ സി പേപ്പർ പ്ലേറ്റഡ്, ഓപ്ഷൻ ഡി ഓയിൽ ബാത്ത്. ഓക്കെ, അപ്പം അതിലേതാണെന്നാണ് ഓപ്ഷൻ. അപ്പം ഓപ്ഷൻ ബി ഓയിൽ വെറ്റഡ്. നമുക്കറിയാം ക്വസ്റ്റിനകത്ത് തന്നെ പറയുന്നുണ്ട് ഓയിൽ ഫിലിം കോട്ടഡ് വിത്ത് ഓയിൽ ഫിലിം. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ നമ്മളത് കോമൺ സെൻസ് ഉപയോഗിച്ച ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഡയറക്റ്റ്ലി ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, കോട്ടഡ് വിത്ത് ഓയിൽ ഫിലിം. അപ്പോൾ ഓയിൽ ഫിലിമായിട്ട് ബന്ധപ്പെട്ട സാധനമാണ്. അപ്പോൾ ഓയിൽ ബാത്ത് വരുന്നുണ്ട്. ഓയിൽ ബാത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സമ്പിനകത്ത് ഓയിൽ വെച്ചിട്ട് അതിനകത്ത് മുക്കിയെടുക്കുന്ന പോലെയാണ് ചെയ്യുന്നത്. ഓയിൽ വെറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു ഓയിൽ ഫിലിം പോലെയുള്ളൂ, അത്രയും ഉണ്ടാവും. ഓക്കെ, ക്വാണ്ടിറ്റി ഓഫ് ഓയിലിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫങ്ഷൻ ഓഫ് ദ ഓയിൽ റിംഗ് ഓഫ് ദ പിസ്റ്റൺ ഈസ് ടു. അതായത് ഓയിൽ റിംഗിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിക്കുന്നത്. പിസ്റ്റന്റെ മുകളിലെ ഓയിൽ റിംഗിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിക്കുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ സ്ക്രാപ്പ് ദ എക്സസ് ഓയിൽ ഓഫ് സിലിണ്ടർ വാൾ, ബി reduce the wear of piston pin, C prevent gas escape during compression, D lubricate the connecting rod bearing. ഓക്കെ, അപ്പോൾ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ഓപ്ഷൻ എ, ഫസ്റ്റ് ഓപ്ഷൻ എ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, അതായത് സ്ക്രാപ്പ് ദ എക്സസ് ഓയിൽ ഫ്രം ദ സിലിണ്ടർ വാൾ ഉണ്ടാകുന്ന എക്സസ് ഓയിൽ അതിങ്ങനെ വടിച്ചെടുക്കും. അതിന് വേണ്ടിയിട്ടാണ് ഓയിൽ റിംഗിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, മഫ്ലർ ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു റെഡ്യൂസ്. മഫ്ലർ എന്തിനാ ഉപയോഗിക്കുന്നതാണ് ചോദിക്കുന്നത്. ഓക്കെ, ഒന്നാമത്തെ ഓപ്ഷൻ റെഡ്യൂസ് സ്മോക്ക്, അല്ലെങ്കിൽ റെഡ്യൂസ് കാർബൺ ഡൈ ഓക്സൈഡ്, റെഡ്യൂസ് കാർബൺ മോണോക്സൈഡ്, റെഡ്യൂസ് നോയ്സ്. അപ്പം ഇതിൽ എന്താണ് മഫ്ലർ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അതിനകത്ത് ഓപ്ഷൻ ഡി ആണ് നമ്മളെ കറക്റ്റ് ആൻസർ. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ എക്സോസ്റ്റിന്റെ അകത്ത് മഫ്ലർ വെക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. കാറ്റലിറ്റിക് കൺവേർട്ടർ, മഫ്ലർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. മഫ്ലറിന്റെ മെയിൻ യൂസ് എന്ന് പറഞ്ഞാൽ നോയ്സ് കൺട്രോൾ ചെയ്യും. എക്സസ് ആയിട്ടുള്ള നോയ്സ് കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് എന്താ ഓഡിയബിൾ ആയിട്ടുള്ള നോയ്സിലേക്ക്, അതായത് നമ്മുടെ എന്താ പറയാ, ഒരു നമ്മുടെ ചെവിക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള നോയ്സിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതാണ് മഫ്ലറിന്റെ മെയിൻ യൂസ്. ഓക്കെ, നോയ്സ് റിഡക്ഷൻ ആണ്. നമ്മളിപ്പോൾ ചില ബുള്ളറ്റിലൊക്കെ ഹെവി നോയ്സ് വെക്കുന്ന സമയത്ത് ആ പ്രശ്നങ്ങളുണ്ടാവും. മഫ്ലർ ചേഞ്ച് ചെയ്തിട്ടാണ് ആ നോയ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പം ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഡാഷ് പെർമിറ്റ്സ് ടു ചേഞ്ച് ദ എഫക്റ്റീവ് ലെങ്ത് ഓഫ് എ പ്രൊപ്പല്ലർ ഷാഫ്റ്റ്. പ്രൊപ്പല്ലർ ഷാഫ്റ്റിന്റെ എഫക്റ്റീവ് ലെങ്ത് ചേഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനം. ഓക്കെ, എ യൂണിവേഴ്സൽ ജോയിന്റ്, ബി ഡിഫറൻഷ്യൽ, സി സ്ലിപ്പ് ജോയിന്റ്, ഡി ഷോക്ക് അബ്സോർബർ. ഇപ്പം 4 ഓപ്ഷൻസ് ആണ്. അതിനകത്ത് ഓപ്ഷൻ സി സ്ലിപ്പ് ജോയിന്റ് ആണ്. ഇതിന്റെ സ്ലിപ്പ് ജോയിന്റ് പെർമിറ്റ്സ് ടു ചേഞ്ച് ദ എഫക്റ്റീവ് ലെങ്ത് ഓഫ് ദ പ്രൊപ്പല്ലർ ഷാഫ്റ്റ്. ഓക്കെ, അപ്പം 5 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആറാമത്തെ ക്വസ്റ്റ്യൻ, ദ ക്രോസ് സെക്ഷൻ ഓഫ് ദ കണക്ടിങ് റോഡ് ഈസ് ഇൻ ദ ഫോം ഓഫ്. അതായത് കണക്ടിങ് റോഡിന്റെ ക്രോസ് സെക്ഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചത്. റൗണ്ട് സെക്ഷൻ, ട്രയാങ്കുലർ സെക്ഷൻ, സ്ക്വയർ സെക്ഷൻ, ഐ സെക്ഷൻ. അപ്പം ഇതിൽ ഏതാണെന്ന് കണക്ടിങ് റോഡ്. നമുക്കറിയാം കണക്ടിങ് റോഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഫോർജിങ് ഓപ്പറേഷൻ വഴിയാണ്. ഓക്കെ, അപ്പം ഐ സെക്ഷൻ, അതായത് ഏറ്റവും കൂടുതൽ ലോഡ് താങ്ങാൻ പറ്റുന്ന ഒരു സെക്ഷൻ ആണ് ഐ സെക്ഷൻ. അപ്പം ഐ സെക്ഷൻ ആണ് കണക്ടിങ് റോഡിന്റെ ഡിസൈനിൽ, അതായത് ക്രോസ് സെക്ഷൻ മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഐ സെക്ഷൻ. ഐ സെക്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഏകദേശം ഐ ഷേപ്പിൽ. ഓക്കെ, അതായത് രണ്ട് എൻഡിലും ഒരു ഐ ഷേപ്പിലുണ്ടാവും. ഓക്കെ, വരച്ചപ്പോൾ കുറച്ച് ക്ലിയർ അല്ലാണ്ടായിട്ട്. ഓക്കെ, അപ്പം ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫംഗ്ഷൻ ഓഫ് ആറ്റമൈസർ ഇൻ ഡീസൽ എഞ്ചിൻ. ആറ്റമൈസറിന്റെ ഫംഗ്ഷൻ എന്താ വെച്ചാൽ, ഡീസൽ എഞ്ചിനകത്ത് ആറ്റമൈസറിന്റെ ഫംഗ്ഷൻ എന്താ ചോദിക്കുന്നത്.
ഒന്നാമത്തെ ടു മിക്സ് ദ ഫ്യൂവൽ ആൻഡ് എയർ, ടു സ്പ്രേ ഫ്യൂവൽ into the compressed air, to mix fuel and lubricating oil, to cool the compressed air. അപ്പം 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതാണെന്ന് ചോദിക്കുന്നത്. അപ്പം ഓപ്ഷൻ ബി, ടു സ്പ്രേ ദ ഫ്യൂവൽ ഇൻ ടു ദ കംപ്രസ്ഡ് എയർ. അതായത് കംപ്രസ്ഡ് എയറിനകത്തേക്ക് ഫ്യൂവൽ സ്പ്രേ ചെയ്യലാണ് ആറ്റമൈസറിന്റെ ഫംഗ്ഷൻ. ഓക്കെ, ആറ്റമൈസർ ഇൻ ഡീസൽ എഞ്ചിൻ. ജസ്റ്റ് ഈ കാര്യങ്ങളൊന്നും ഓർത്ത് വെക്കുക, കാരണം ഐസി എഞ്ചിൻസ് ഒക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. ഓക്കെ, അത് ഞാൻ ചോദിക്കുന്ന ഏരിയ തന്നെയാണ് അധികം. ഒരുവിധം ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് കോമൺ സെൻസ് വെച്ച് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അതായത് നമ്മൾ ഡെയിലി ലൈഫിൽ കേട്ടു, നേരത്തെ പറഞ്ഞ മഫ്ലറിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് ഡെയിലി ലൈഫിൽ ആലോചിച്ചാൽ കിട്ടുന്നതാണ്. പിന്നെ എന്തെങ്കിലും റിലേറ്റഡ് ആയി ക്വസ്റ്റ്യനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് നോക്കുക, അത് കറക്റ്റ് ആണെന്ന് ഒന്ന് വിലയിരുത്തി നോക്കുക. ഓക്കെ, ദ ഡയമീറ്റർ ഓഫ് ദ എഞ്ചിൻ സക്ഷൻ വാൾവ് ഈസ് ദ എക്സോസ്റ്റ് വാൾവ്. അതായത് ഈസ് ഡാഷ് ആസ് ദ, അതായത് ഇവിടെ ഒരു ഡാഷ് ഉണ്ട്. ഓക്കെ, ദ ഡയമീറ്റർ ഓഫ് ദ എഞ്ചിൻ സക്ഷൻ വാൾവ് ഈസ് ഡാഷ് ദ എക്സോസ്റ്റ് വാൾവ്. അതായത് സെയിം ആസ് ദ എക്സോസ്റ്റ് വാൾവ്, സ്മോളർ ദാൻ ദ എക്സോസ്റ്റ് വാൾവ്, ലാർജർ ദാൻ ദ എക്സോസ്റ്റ് വാൾവ്, നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ. അതായത് എക്സോസ്റ്റ് വാൾവായിട്ട് ഡിപ്പെൻഡ് ഇല്ല എന്നുള്ളതാണ്. സക്ഷൻ വാൾവിന്റെ സൈസ്, ഡയമീറ്ററിന്റെ സൈസ്. ഓക്കെ, അത് 8th ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി, ലാർജർ ദാൻ ദ എക്സോസ്റ്റ് വാൾവ്. അതായത് ഡയമീറ്റർ ഓഫ് ദ എഞ്ചിൻ സക്ഷൻ വാൾവ് ഈസ് ലാർജർ ദാൻ ദ എക്സോസ്റ്റ് വാൾവ്. ഓക്കെ, അതാണ് അതിന്റെ ആൻസർ. 9th question, the distance between the centers of the front wheel is called. അതായത് സെൻട്രൽ ഫ്രണ്ട് വീലിന്റെ സെന്റർ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് വീൽ ട്രാക്ക്, വീൽ ബേസ്, വീൽ സ്പാൻ, ആക്സിൽ ലെങ്ത്. അപ്പൊ ഇതിൽ ഏതാണ്? നമ്മൾ അധികം കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇങ്ങനത്തെ ടൈപ്പ്. അതായത് ഡയറക്റ്റ് ഓട്ടോമൊബൈലായിട്ട് ചോദിക്കുന്നത്, ഓട്ടോമോട്ടീവ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പം വീൽ ട്രാക്ക് ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. അതായത് രണ്ട് വീൽ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെന്റേഴ്സ് ഓഫ് ദ ഫ്രണ്ട് ടയർ, ഫ്രണ്ട് വീൽസ്, അതായത് രണ്ട് ഫ്രണ്ട് വീലിന്റെ ഡിസ്റ്റൻസ് ആണ് ചോദിക്കുന്നത്. ഓക്കെ, അത് വീൽ ട്രാക്ക്. ഓപ്ഷൻ എ കറക്റ്റ് ആൻസർ. ഇനി 10th ക്വസ്റ്റ്യൻ, വെൻ എ വെഹിക്കിൾ ടേൺസ് എ കോർണർ, ഒരു കോർണർ വളയ്ക്കുക, ദ ആക്ഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ കോസസ്. ഡിഫറൻഷ്യലിന്റെ എന്താണ് അവിടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഡയറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റും. ടു ഇൻക്രീസ് ദ ടോർക്ക് ഇൻ ഔട്ടർ വീൽ, ദ ഔട്ടർ വീൽ ടു സ്പീഡ് അപ്പ്, ടു ഇൻക്രീസ് ദ ടോർക്ക് ഇൻ ഇന്നർ വീൽ. ഇനി ഓപ്ഷൻ ഡി, ഇന്നർ വീൽ ടു സ്പീഡ് അപ്പ്. അപ്പം ഏതാണ് ചെയ്യുന്നത്? ഒരു ടേൺ ചെയ്യുന്ന സമയത്ത് എന്താണ് നടക്കുന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പം ഓപ്ഷൻ ബി, ഔട്ടർ വീൽ. അതായത് നമ്മളിപ്പോ ഒരു കർവ് ഇങ്ങനെ എടുക്കുക, അപ്പൊ കർവ് എടുക്കുന്ന സമയത്ത് ഇവിടെ ആയിരിക്കും ഇന്നർ വീൽ ഉണ്ടാവുക. ഓക്കെ, ഈ സൈഡിലായിരിക്കും ഔട്ടർ വീൽ ഉണ്ടാവുക. അപ്പം ഇന്നർ വീല് ഇവിടുന്ന് ഇത്രയും ദൂരം സഞ്ചരിച്ചാൽ മതി. നേരെ മറിച്ച് ഔട്ടർ വീല് ഈ ഡിസ്റ്റൻസ് ഇവിടെ സഞ്ചരിക്കണം. ഓക്കെ, ഇത്രയും ദൂരം കൂടെ സഞ്ചരിക്കണം. അപ്പം ഇതിന്റെ ഔട്ടർ വീലിന്റെ സ്പീഡ് കൂട്ടണം. ഓക്കെ, ഔട്ടർ വീലിന്റെ സ്പീഡ് കൂട്ടണം, ഇന്നർ വീലിന്റെ സ്പീഡ് കുറയ്ക്കണം. ഔട്ടർ വീലിന്റെ സ്പീഡ് കൂട്ടണം, ഇന്നർ വീലിന്റെ സ്പീഡ് കുറയ്ക്കണം. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതാണ് ഡിഫറൻഷ്യലിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ടേൺ ചെയ്യുന്ന സമയത്ത് ഇന്നർ വീലിന്റെ സ്പീഡ് കുറയും, ഔട്ടർ വീലിന്റെ സ്പീഡ് കൂടുകയും ചെയ്യണം. ഓക്കെ, അതാണ് അതിന്റെ കറക്റ്റ് ഓപ്ഷൻ. ഓപ്ഷൻ ബി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 11th question, the angle between the kingpin center line and the vertical is called. അതായത് kingpin center ലൈനും വെർട്ടിക്കലും തമ്മിലുള്ള ആംഗിളിനെ പറയുന്ന പേരെന്താണെന്ന് വെച്ചാൽ, അതായത് വീലിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് എ ക്യാമ്പർ, ബി ടോപ്പ്, സി ഷിഫ്റ്റ്, ഡി കാസ്റ്റർ. അപ്പം ഇതിന്റെ അകത്ത് വെർട്ടിക്കലും, അതായത് കിങ് പിന്നിന്റെ സെൻട്രൽ ലൈനും വെർട്ടിക്കലും തമ്മിലുള്ള ആംഗിൾ ആണ് ചോദിച്ചത്. അപ്പം അത് ഓപ്ഷൻ ഡി, ഓപ്ഷൻ ഡി കാസ്റ്റർ. ഓക്കെ, ഇനി 12th question, the main parts of a simple carburetor are float chamber, fuel nozzle, venturi and. അതായത് സിമ്പിൾ കാർബറേറ്ററിന്റെ മെയിൻ പാർട്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഫ്ലോട്ട് ചേമ്പർ ഉണ്ട്, രണ്ടാമത്തെ ഫ്യൂൽ നോസിൽ ഉണ്ട്. അപ്പോൾ ഇത് വേറൊരു ക്വസ്റ്റ്യൻ കൂടി ഇവിടുന്ന് എക്സ്പെക്ട് ചെയ്യണം നമ്മൾ. ഫ്ലോട്ട് ചേമ്പർ ഉണ്ട്, ഫ്യൂൽ നോസിൽ ഉണ്ട്, വെന്റ്യൂർ ഉണ്ട്, പിന്നെ എന്താണുള്ളത്? ത്രോട്ടിൽ വാൽവ്, നീഡിൽ വാൽവ്, ബോൾ വാൽവ്, സ്റ്റോപ്പ് വാൽവ്. അപ്പം ഇതിൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പം ഒന്നാമത്തെ ഓപ്ഷൻ തന്നെയാണ്, അതായത് ത്രോട്ടിൽ വാൽവ്. ത്രോട്ടിൽ വാൽവ് അതായത് ഫ്ലോട്ട് ചേമ്പർ ഉണ്ട്, ഫ്യൂൽ നോസിൽ ഉണ്ട്, വെഞ്ചൂരി ഉണ്ട്, പിന്നെ ത്രോട്ടിൽ വാൽവ്. ത്രോട്ടിൽ വാൽവ് നമ്മളിപ്പം കാർബറേറ്ററിന്റെ അകത്താണ് എന്താ പറയുക, പെട്രോൾ എയർ ഫ്യൂൽ മിക്സ്ചർ പോകുന്നത് സിലിണ്ടറിന്റെ അകത്ത്. അപ്പം അതിന്റെ അകത്ത് ത്രോട്ടിൽ കൊടുക്കുക, നമ്മൾ പറയില്ലേ ആക്സിലേറ്റർ കൊടുക്കുക. ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്താണ് അതിനകത്ത് കൂടുതൽ എന്താ പറയുക എയർ ഫ്യൂൽ മിക്സ്ചർ പോകുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ പവർ വേണ്ട സമയത്ത് നമ്മൾ ത്രോട്ടിൽ അപ്പ് ചെയ്യും, ത്രോട്ടിൽ കൊടുക്കും. അപ്പോൾ ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് കൂടുതൽ എയർ ഫ്യൂൽ മിക്സ്ചർ പോകും, അപ്പം കൂടുതൽ നമുക്ക് പവർ കിട്ടും. ഓക്കെ, അപ്പം
ആ ഒരു കോമൺ സെൻസ് വെച്ചാൽ തന്നെ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ത്രോട്ടിൽ വാൽവ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് എത്താൻ പറ്റും. ഇനി 13th ക്വസ്റ്റ്യൻ, ദ കണക്ഷൻ ബിറ്റ്വീൻ ദ വാട്ടർ പമ്പ്, റേഡിയേറ്റർ ആൻഡ് എഞ്ചിൻ വാട്ടർ ജാക്കറ്റ് ആർ മെയ്ഡ് വിത്ത് റബ്ബർ ഹോസസ് ബിക്കോസ് ദേ, അതായത് റേഡിയേറ്റർ ആയിട്ടുള്ള ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് വാട്ടർ പമ്പും റേഡിയേറ്ററും പിന്നെ എഞ്ചിൻ വാട്ടർ ജാക്കറ്റും അത് നമ്മളെ എങ്ങനെയാണ് കണക്ട് ചെയ്തത്? റബ്ബർ ഹോസ് വെച്ചിട്ടാണ് കണക്ട് ചെയ്തത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ withstand high temperature, easy to bend, absorb vibrations, cheaply available. അപ്പോൾ ഇതിന്റെ ഏതാണ് ഓപ്ഷൻ എന്ന് ചോദിക്കുന്നത്? ഓപ്ഷൻ സി, വൈബ്രേഷൻസ് അബ്സോർബ് ചെയ്യാൻ. കാരണം എഞ്ചിൻ്റെ അകത്ത് ഒരുപാട് വൈബ്രേഷൻസ് ഉണ്ടാവും. അപ്പോൾ എഞ്ചിൻ്റെ അകത്ത് നമ്മളിപ്പം കണക്ട് ചെയ്യുന്ന ഇത് ഹോസ് എന്ന് പറഞ്ഞാൽ ഇപ്പം വേറെ എന്തെങ്കിലും മെറ്റീരിയൽ ആണെങ്കിൽ, റബ്ബർ അല്ല വേറെ എന്തെങ്കിലും മെറ്റീരിയൽ ആണെങ്കിലും ആ വൈബ്രേഷൻ റേഡിയേറ്ററിനകത്ത് ട്രാൻസ്ഫർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, എഞ്ചിന്റെ മുകളിലുണ്ടാകുന്ന വൈബ്രേഷൻ, എഞ്ചിനകത്ത് എന്തായാലും വൈബ്രേഷൻ ഉണ്ടാവും, എഞ്ചിനകത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് വൈബ്രേഷൻ ഉണ്ടാവും. ആ വൈബ്രേഷൻ റേഡിയേറ്ററിനകത്ത് കണക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റബ്ബർ ഹോസസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ ബ്രേക്കിംഗ് സിസ്റ്റം പ്രൊവൈഡ് ഓൺ ട്രെയിൻസ് ഈസ്, അതായത് ട്രെയിനിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ബ്രേക്കിംഗ് സിസ്റ്റം എന്താണ്? ഒന്ന് മെക്കാനിക്കൽ, ഹൈഡ്രോളിക്, ന്യൂമാറ്റിക്, വാക്വം. ഓക്കെ, മെക്കാനിക്കൽ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ സാധാരണ ഡ്രം ബ്രേക്ക് ഒക്കെ മെക്കാനിക്കൽ ബ്രേക്ക്, ഹൈഡ്രോളിക് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോളിക് എന്തെങ്കിലും ഫ്ലൂയിഡ് ഉപയോഗിച്ച് അതിന്റെ ബ്രേക്കിംഗ് സിസ്റ്റത്തിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. ന്യൂമാറ്റിക്കും അതേ സിമിലർ ആയിട്ട് വരുന്ന വാക്കം, ന്യൂമാറ്റിക്കിനകത്ത് എയർ ആയിരിക്കും, വാക്കത്തിൻ്റെ അകത്ത് വാക്കം സക്ഷൻ ഒക്കെ വെച്ചിട്ടാണ് ബ്രേക്കിംഗ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിന്റെ ആൻസർ വാക്കം ബ്രേക്കിംഗ് ആണ് നമ്മൾ ട്രെയിനിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ട്രെയിനിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത് വാക്കം ബ്രേക്കിംഗ് സിസ്റ്റം ആണ്. ഓർമ്മയാണോ? കാരണം നമുക്ക് കണ്ടറിയാം, ട്രെയിനിൽ പോകുന്ന സമയത്ത് നമുക്ക് ഒരു കണക്ഷൻ വയർ സെന്ററിലൂടെ ഏറ്റവും ഫ്രണ്ടിൽ എഞ്ചിൻ്റെ അകത്ത് ഏറ്റവും ബാക്കിലത്തെ ബോഗി വരെ നടുക്കൂടെ ഒരു പൈപ്പ് പോകുന്നതാണ്. അതായത് റബ്ബർ പൈപ്പ് ആയിരിക്കും ഉണ്ടാവും അധികം, അതിൻ്റെ അകത്ത് ഓരോ ബോഗി കഴിഞ്ഞാലും കണക്ഷൻ ഉണ്ടാവും. അത് വാക്കം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പൈപ്പാണ്. അപ്പോൾ ഇതൊരു ബ്രേക്കിംഗ് സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ള സാധനമാണ്. ഓക്കെ, വാക്കം ബ്രേക്കിംഗ് സിസ്റ്റം ആണ് ട്രെയിൻസിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി 15th ക്വസ്റ്റ്യൻ, പിസ്റ്റൺസ് ആർ ജനറലി മെയ്ഡ് ഓഫ് അലൂമിനിയം അലോയ്സ് ബിക്കോസ്, അതായത് പിസ്റ്റൺസ് അലൂമിനിയം അലോയ്സ് കൊണ്ട് ഉണ്ടാക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നു. ഓപ്ഷൻ എ, ഇറ്റ് ഈസ് മച്ച് സ്ട്രോങ്ങർ, ബി, ഇറ്റ് ഈസ് ലൈറ്റർ ഇൻ വെയിറ്റ്, ഇറ്റ് ഹാസ് ലെസ് വിയർ ആൻഡ് ടിയർ, ഇറ്റ് അബ്സോർബ് ഹെവി ഷോക്സ്. അതായത് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും അനുയോജ്യമായ ഓപ്ഷൻ ഒരുവിധം നമ്മൾ നോക്കുന്ന സമയത്ത് എല്ലാ ഓപ്ഷൻസും കറക്റ്റ് വരികയാണ്. അപ്പം ഇതിൻ്റെ അകത്ത് ഏറ്റവും കറക്റ്റ് ആയിട്ട് ഓപ്ഷൻ ഇറ്റ് ഈസ് ലൈറ്റർ ഇൻ വെയിറ്റ്. അതായത് അലൂമിനിയം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കാസ്റ്റ് ആണോ അല്ലെങ്കിൽ സ്റ്റീലൊക്കെ എടുക്കുന്ന സമയത്ത് അതിന്റെ വെയിറ്റ് നമ്മൾ വളരെ കൂടുതലായിരിക്കും. അപ്പം ആ ഒരു വെയിറ്റ് അവോയ്ഡ് ചെയ്യാൻ, ആ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അലൂമിനിയം അലോയ്സ് എടുക്കുന്നത്, പിസ്റ്റൺസിന്റെ അത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എഞ്ചിൻ വാൾവ്സ് ആർ ജനറലി ഫോംഡ് ഇൻടു എ മഷ്റൂം ഷേപ്പ്. അതായത് ഒരു മഷ്റൂം ഷേപ്പിലേക്ക്, കൂണിന്റെ ഷേപ്പിലേക്ക് എഞ്ചിൻ സിലിണ്ടർ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് ആൻഡ് കോൾഡ്, ആ ഷേപ്പ് ഉള്ള എഞ്ചിൻ എന്താ വിളിക്കുന്നത്? പോപ്പറ്റ് വാൾവ്, ടാപ്പറ്റ് വാൾവ്, നോൺ റിട്ടേൺ വാൾവ്, സ്റ്റോപ്പ് വാൾവ്. എഞ്ചിൻ വാൾവ്സ് ആർ ജനറലി ഫോംഡ് ഇൻ എ മഷ്റൂം ഷേപ്പ് ആൻഡ് കോൾഡ് പോപ്പറ്റ് വാൾവ്, ടാപ്പറ്റ് വാൾവ്, നോൺ റിട്ടേൺ വാൾവ്, സ്റ്റോപ്പ് വാൾവ്. അപ്പം ഇതിൽ ഏതാണെന്ന് ചോദിക്കുന്നു. ഓക്കെ, അതിന്റെ ഓപ്ഷൻ എ, പോപ്പറ്റ് വാൾവ്. ഓപ്ഷൻ എ, പോപ്പറ്റ് വാൾവ്. ഇൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 17th ക്വസ്റ്റ്യൻ, ദ ക്യാം ഷാഫ്റ്റ് റൊട്ടേറ്റ് അറ്റ് ദ സ്പീഡ് ദാറ്റ് ഓഫ് ദ ക്രാങ്ക് ഷാഫ്റ്റ്. അതായത് ക്രാങ്ക് ഷാഫ്റ്റിന്റെ സ്പീഡും ക്യാം ഷാഫ്റ്റിന്റെ സ്പീഡ് എത്രയാണെന്ന് ഡാഷ് സ്പീഡ് ദാറ്റ് ദ ക്രാങ്ക് ഷാഫ്റ്റ്. അതായത് ദ ക്യാം ഷാഫ്റ്റ് റൊട്ടേറ്റ്സ് അറ്റ് ദ ഡാഷ് സ്പീഡ് ദാറ്റ് ഓഫ് ദ ക്രാങ്ക് ഷാഫ്റ്റ്. ക്രാങ്ക് ഷാഫ്റ്റിന്റെ ഏത് സ്പീഡിലാണ് ക്യാം ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത്? സെയിം സ്പീഡ് അല്ലെങ്കിൽ ഹാഫ് സ്പീഡ്, 3/4 സ്പീഡ്, ഡബിൾ സ്പീഡ്. ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പം അതിൽ ഹാഫ്, അതായത് ക്യാം ഷാഫ്റ്റിന്റെ ദ ക്യാം ഷാഫ്റ്റ് റൊട്ടേറ്റ് അറ്റ് ദ ഹാഫ് ദ സ്പീഡ് ദാറ്റ് ഓഫ് ദ ക്രാങ്ക് ഷാഫ്റ്റ്. അതായത് ക്യാം ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത് ക്രാങ്ക് ഷാഫ്റ്റിന്റെ പകുതി സ്പീഡിലാണ്. ഓക്കെ, ദ വാൾവ് ലാഷ് മീൻ ക്ലിയറൻസ് ബിറ്റ്വീൻ, അതായത് വാൾവ് ലാഷ് എന്താണെന്ന് ചോദിക്കുന്നത്. വാൾവ് സീറ്റ് ആൻഡ് ദ വാൾവ് ഫേസ്, വാൾവ് ഹെഡ് ആൻഡ് ദ പിസ്റ്റൺ, കാം ആൻഡ് വാൾവ് ലിഫ്റ്റർ, വാൾവ് സ്റ്റെം ആൻഡ് റോക്കർ ആം. അപ്പം ഇത് തമ്മിൽ വാൾവ് ലാഷ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അതിന്റെ ഒരു ക്ലിയറൻസ് ആണ് നമുക്ക് മനസ്സിലായി. ഇപ്പൊ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അത് ഓപ്ഷൻ ഡി, വാൾവ് സ്റ്റെം ആൻഡ് റോക്കർ ആം. റോക്കർ ആമും വാൾവ് സ്റ്റെമ്മും തമ്മിലുള്ള ഒരു ക്ലിയറൻസ് ആണ് വാൾവ് ലാഷ് എന്ന് പറയുന്നത്. ഓക്കെ, പിസ്റ്റൺ കംപ്രഷൻ റിങ്സ് ആർ മെയ്ഡ് ഓഫ്. അതായത് ഒരു കംപ്രഷൻ റിങ്സ് ഉണ്ടാവും പിസ്റ്റന്റെ മുകളിൽ. അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? കാർബൺ സ്റ്റീൽ, അലൂമിനിയം അലോയ്, കാസ്റ്റ് അയൺ, ബ്രോൺസ്. അപ്പം ഇതിൽ ഏതാണെന്ന് ഓപ്ഷൻ? ഓക്കെ, ഓപ്ഷൻ
കാസ്റ്റ് അയൺ. പിസ്റ്റൺ കംപ്രഷൻ റിങ്സ് ആർ മെയ്ഡ് ഓഫ്. നമുക്കറിയാം കാസ്റ്റ് അയൺ ആണ് ഏറ്റവും കൂടുതൽ കംപ്രസീവ് സ്ട്രെങ്ത് ഉള്ള ഒരു മെറ്റീരിയൽ. ഓക്കെ, കംപ്രസീവ് സ്ട്രെങ്ത് കൂടുതലുള്ള മെറ്റീരിയൽ ആണ് കാസ്റ്റ് അയൺ. അതുകൊണ്ട് തന്നെ ആ ഒരു എന്താ പറയാ കംപ്രഷൻ കൂടുതലുള്ള സമയമാണ് അത് അബ്സോർവ് ചെയ്യും. കംപ്രഷൻ കൂടുതൽ ഉണ്ടാകുമ്പോൾ അത് അബ്സോർവ് ചെയ്തു. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ കാസ്റ്റ് അയൺ ഇവിടെ യൂസ് ചെയ്യുന്നത്, കംപ്രഷൻ റിങ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി 20th ക്വസ്റ്റ്യൻ, ദ ഓപ്പറേഷൻ സീക്വൻസ് ഓഫ് എൻ ഓട്ടോ സൈക്കിൾ ഈസ്. ഓട്ടോ സൈക്കിളിന്റെ ഓപ്പറേഷൻ സീക്വൻസ് നമുക്കറിയാം, ജനറലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഐസി എഞ്ചിനിലെ ഓട്ടോ സൈക്കിളും ഡീസൽ സൈക്കിളും അല്ലെങ്കിൽ 4 സ്റ്റോക്ക് എഞ്ചിനും 2 സ്റ്റോക്ക് എഞ്ചിനും ഒക്കെ പറയുന്നത്. അപ്പോൾ ഓട്ടോ സൈക്കിളിന്റെ ജനറൽ പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഓപ്ഷൻ എ സക്ഷൻ, കംപ്രഷൻ, പവർ, എക്സോസ്റ്റ്. സക്ഷൻ, എക്സോസ്റ്റ്, പവർ, കംപ്രഷൻ. സക്ഷൻ, കംപ്രഷൻ, എക്സോസ്റ്റ്, പവർ. സക്ഷൻ, പവർ, കംപ്രഷൻ, എക്സോസ്റ്റ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഓപ്ഷൻ എ, അതായത് ആദ്യം സക്ഷൻ സ്ട്രോക്ക് ഉണ്ടാവും, പിന്നെ കംപ്രഷൻ സ്ട്രോക്ക് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് പവർ സ്ട്രോക്ക് ഉണ്ടാവും, പിന്നെ എക്സോസ്റ്റ് സ്ട്രോക്ക് ഉണ്ടാവും. ഓക്കെ, 4 സ്റ്റോക്ക് എഞ്ചിൻ ആണെങ്കിൽ. ഓക്കെ, 21th ക്വസ്റ്റ്യൻ, ദ കണക്ടിംഗ് റോഡ് ഈസ് അറ്റാച്ച്ഡ് ടു എ പിസ്റ്റൺ വിത്ത്. പിസ്റ്റൺ ആയിട്ട് അറ്റാച്ച് ചെയ്ത്, അതായത് കണക്ടിംഗ് റോഡും പിസ്റ്റൺ തമ്മിൽ അറ്റാച്ച് ചെയ്ത് എങ്ങനെയാണെന്ന് ചോദിക്കുന്നത്. ഓക്കെ, കണക്ടിംഗ് റോഡും അറ്റാച്ച്ഡ് വിത്ത് പിസ്റ്റൺ ആയിട്ട്. ക്യാപ് ബോൾട്ട്, ഗഡ്ജിയോൺ പിന്ന്, ബോൾട്ട് ആൻഡ് നട്ട്, സ്റ്റഡ് ബോൾട്ട്. അപ്പം ഇതിൽ ഏതാണെന്ന് ഓപ്ഷൻ വരുന്നത്. ഓക്കെ, അപ്പം 21 ബി, ഗഡ്ജിയോൺ പിൻ വെച്ചിട്ടാണ് കണക്ടിംഗ് റോഡും പിസ്റ്റണും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി 22, ദ കമ്പണന്റ് വിച്ച് ക്യാരീസ് ദ എഞ്ചിൻ ഓവർ ഇറ്റ്സ് നോൺ വർക്കിംഗ് സ്ട്രോക്ക്. ദ കമ്പണന്റ് വിച്ച് ക്യാരീസ് ദ എഞ്ചിൻ ഓവർ ഇറ്റ്സ് നോൺ വർക്കിംഗ് സ്ട്രോക്ക്. അതായത് നോൺ വർക്കിംഗ് സ്ട്രോക്കിൽ ആ എഞ്ചിൻ ക്യാരി ചെയ്യുന്നത് എന്താണെന്ന്. ഓക്കെ, പിസ്റ്റൺ, ബ്രേക്ക് ഡ്രം, ഫ്ലൈ വീൽ, ക്രാങ്ക് ഷാഫ്റ്റ്, കൗണ്ടർ വെയിറ്റ്. ഓക്കെ, അപ്പം ഇതിൽ ഏതാണെന്നാ ചോദിക്കുന്നത്. ഓപ്ഷൻ സി, ഫ്ലൈ വീൽ. അപ്പൊ ഫ്ലൈ വീൽ എന്ന് പറഞ്ഞ സംഭവം എന്താ വെച്ചാല് വർക്ക് ചെയ്യുക, അതായത് എഞ്ചിൻ്റെ അകത്ത് എനർജി വരാത്ത സമയത്ത് എഞ്ചിൻ്റെ അകത്തേക്ക് എനർജി സപ്ലൈ ചെയ്യുക, കൂടുതൽ എനർജി വരുന്ന സമയത്ത് എനർജി സ്റ്റോർ ചെയ്യുക. അതാണ് ഫ്ലൈ വീലിന്റെ മെയിൻ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ. ഫ്ലൈ വീൽ ഇസ് എ ഡിവൈസ് വിച്ച് യൂസ് ടു സ്റ്റോർ എനർജി ആൻഡ് റിലീസ് വെൻ ഇറ്റ് ഈസ് നീഡഡ്. ഓക്കെ, അതായത് എക്സസ് എനർജി ഉള്ള സമയത്ത് സ്റ്റോർ ചെയ്യാനും എനർജി ഡെഫിഷ്യൻസി ഉള്ള അല്ലെങ്കിൽ എനർജി കുറവുള്ള സമയത്ത് അത് ഡെലിവറി ചെയ്യാനുള്ള ഒരു എക്യുപ്മെന്റ് ആണ് ഫ്ലൈ വീൽ എന്ന് പറയുന്നത്. അപ്പോൾ എഞ്ചിൻ്റെ അകത്ത് അതായത് കണ്ടിന്യൂസ് റൊട്ടേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം പവർ സ്ട്രോക്കിന്റെ സമയത്ത് മാത്രമാണ് പവർ ജനറേറ്റ് ചെയ്യുന്നത്, ബാക്കിയുള്ള സ്ട്രോക്കിലൊന്നും പവർ ജനറേറ്റ് ചെയ്യുന്നത് കുറച്ച് കുറവാണ്. ഓക്കെ, അപ്പം ആ സമയത്തും കൂടി ഈ പവർ സ്ട്രോക്കിന്റെ അകത്ത് എക്സസ് ആയ എനർജി നമുക്ക് സ്റ്റോർ ചെയ്തിട്ട് അടുത്ത സ്ട്രോക്കിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഫ്ലൈ വീൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഷോക്ക് അബ്സോർബർ ഈസ് ഓൾസോ കോൾഡ്. ഷോക്ക് അബ്സോർബർ ഓൾസോ കോൾഡ് റബ്ബർ സ്പ്രിംഗ്, ഡയഫ്രം, സെപ്പറേറ്റർ, ഡാമ്പർ. അപ്പം ഇതിൽ ഏതാണ് ഷോക്ക് അബ്സോർബർ എന്ന് ചോദിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി, ഡാമ്പർ. ഷോക്ക് അബ്സോർബർ, ഡാമ്പറും ഷോക്ക് അബ്സോർബറും ഒന്നാണ്. ഓക്കെ, വേരിയസ് ഗിയർ പൊസിഷൻസ് ആർ മാർക്ക്ഡ് ഓൺ ദ ഗിയർ ലിവർ നോബ്, ഫ്രണ്ട് പാനൽ, സെലക്ടർ റോഡ്, ക്ലച്ച് പെഡൽ. അപ്പം ഇതിൽ എവിടെയാണ് ഗിയർ പൊസിഷൻ മാർക്ക് ചെയ്യുന്ന സ്ഥലം? ഓക്കെ, ഫസ്റ്റ് തന്നെ ഗിയർ ലിവർ നോബ്. നമ്മൾ ഏത് വണ്ടി എടുത്ത് നോക്കിയാലും ആ ഗിയർ ലിവറിന്റെ മുകളിൽ, ആ നോബിന്റെ മുകളിൽ ഉണ്ടാവും ഏതൊക്കെ പൊസിഷനാണ്, ഗിയർ പൊസിഷൻ ഏതൊക്കെയാണ്, ഫസ്റ്റ് ഗിയർ എന്താണ്, സെക്കൻഡ് ഗിയർ എങ്ങോട്ടാണ്. ഓക്കെ, ആ ഗിയർ പൊസിഷനും കാര്യങ്ങളൊക്കെ ഗിയർ നോബിനകത്ത്, ലിവർ നോബിന്റെ അകത്ത് ഉണ്ടാവും. ഓക്കെ, ഇനി ഇവിടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 25th ക്വസ്റ്റ്യൻ, ബ്രേക്ക് യൂസ്ഡ് വൈൽ പാർക്കിംഗ് എ വെഹിക്കിൾ ഈസ്. ഏത് ബ്രേക്കാണ് യൂസ് ചെയ്യുന്നത് വെഹിക്കിൾ പാർക്ക് ചെയ്യുന്ന സമയത്ത്? ഹൈഡ്രോളിക് ബ്രേക്ക്, ന്യൂമാറ്റിക് ബ്രേക്ക്, വാക്വം ബ്രേക്ക്, ഹാൻഡ് ബ്രേക്ക്. ജനറൽ നോളജ് ആണ്, ഡയറക്ട്ലി ചെയ്താൽ പറ്റും. ഹാൻഡ് ബ്രേക്ക് അതായത് വണ്ടി നിർത്തിയിടുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്, പാർക്ക് ചെയ്യുന്ന സമയത്ത് ചില ഇറക്കത്തിലോ അല്ലെങ്കിൽ ഡയറക്ട്ലി വണ്ടി നീങ്ങി പോകാൻ ചാൻസ് ഉള്ള സ്ഥലത്തൊക്കെ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടാണ് വണ്ടി നിർത്തുന്നത്. ഓക്കെ, അപ്പം ഇത്രയും ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് പാർട്ട്. പാർട്ട് 1 ആയിട്ടുള്ളൂ. അതുപോലെ തന്നെ 4 പാർട്ട് ഉണ്ടാവും ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ. ഓക്കെ, അപ്പം വീഡിയോ ജസ്റ്റ് റെഫറൻസ് എന്നുള്ള രീതിയിൽ എടുക്കുക, കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അത് ഡയറക്റ്റ്ലി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കും. ഇപ്പൊ തന്നെ ഇത്രയും ടൈം എടുത്തു. അപ്പം ഓരോ ക്വസ്റ്റ്യനും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുക അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി എടുക്കാൻ വെച്ചാൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്ത് പോയത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത സെക്ഷൻ, അതായത് 26 മുതൽ 50 ക്വസ്റ്റ്യൻ വരെ, 51th ക്വസ്റ്റ്യൻ വരെയുള്ള അടുത്ത സെക്ഷനിൽ കാണാം. ഓക്കെ, താങ്ക് യു.